ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലെല്ലാവർക്കും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ചേർക്കാത്ത ഫ്രഷ് ജ്യൂസ്, അതായത് ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസ് ഒരു 1/3 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതുകൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഗ്യാസ് കത്തിക്കാം. എല്ലാം ഒന്ന് ചൂടായിട്ട് പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായിട്ട് അത്യാവശ്യം ഒന്ന് കട്ടി ആയിക്കോട്ടെ, എന്നാലും ഒരുപാട് കട്ടിയാവണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് വളരെ ചെറിയ തീയിലാക്കി വെച്ചിട്ട് ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്നിട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് ഡേറ്റ്സ് ആണ്, ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ആക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു പഞ്ചസാര സിറപ്പ് കൂടുതൽ കുറുകി വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി, എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഓറഞ്ചിൻ്റെ തൊലി ഒരു ടീസ്പൂൺ ചെറുതായി മുറിച്ചതോടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ചുക്കുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നട്ട്സാണ്, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ്, ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ കുറച്ച് മേലെ എടുക്കുകയാണ് നന്നായിരിക്കും. അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി വെക്കുക. ഈ സമയത്ത് തന്നെ 1 ടീസ്പൂൺ തേനും കൂടെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പം അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കുക. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. എന്തായാലും നമ്മളിത് ഉണ്ടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അടുത്തതിന് കേക്കിന് നല്ലൊരു കളറും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. 1/2 കപ്പും കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, 1 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കാരമൽ ചെയ്തെടുത്താൽ മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് നമ്മുടെ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതൊന്ന് കണ്ടു വയ്ക്കാൻ മതിയാവും കേട്ടോ. പഞ്ചസാര അത്യാവശ്യം ഒന്ന് മെൽറ്റായിട്ടത് ഈ ഒരു കളറൊക്കെ ആയി തുടങ്ങുമ്പോഴേ ശ്രദ്ധിക്കണം കേട്ടോ. അത്യാവശ്യം കൂടുതൽ കളറായി പോകണ്ട, കൂടുതൽ കളറായ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, കയ്പ്പ് ടേസ്റ്റ്. അപ്പം ഈ ഒരു കളറിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി വെക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. അടുത്തത് ഈ മൈദയൊക്കെ ഒന്ന് അരിച്ച് വെക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഫ്ലേവറും എല്ലാ ഭാഗത്തും നല്ലോണം എത്തിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ അല്ലെങ്കിൽ മാർഗറൈൻ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയുടെ പൊടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിയാണ് കേട്ടോ 1/2 കപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഷുഗർ കാരമൽ ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് മധുരം ഇത്ര മതിയാകും. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടറും പഞ്ചസാരയും കൂടെ നല്ല മിക്സായി നല്ലോണം സോഫ്റ്റായി വന്നോട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. തണുപ്പില്ലാത്ത കോഴിമുട്ട വേണം. അപ്പോൾ ഓരോന്നായിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉരുക്കിയ നെയ്യ്, ചൂടില്ലാത്ത നെയ്യ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി പൈനാപ്പിൾ എസൻസും ഓറഞ്ച് എസൻസും ഉണ്ടെങ്കിൽ അതും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബൂസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നമ്മൾ കേക്ക് സ്പെഷ്യൽ ആവുന്നതിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അതും കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് വെക്കണം. അപ്പോൾ ഇൻ കേസ് അത് കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സാക്കിയിട്ട് വേറെ ആക്കി ഒന്ന് വിടിയിച്ചെടുത്ത് വെക്കണം കേട്ടോ.
ഇനി മുട്ട ബട്ടറിൻ്റെ മിക്സിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള അതിലേക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചെറിയ സ്പീഡിലൊന്ന് കറക്കിയെടുക്കുക. അങ്ങനെ കുറച്ച് മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. അല്ലാതെ എല്ലാ മൈദയും മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ആക്കി എടുത്താൽ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി കിട്ടില്ല. എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കേക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടി എന്തായാലും വേണം കേട്ടോ, ഇനി ലൂസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കാഷ്യോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുക. എന്നിട്ട് 150 to 160 ഡിഗ്രി മതിയാകും. അതിൽ കൂടുതൽ വേണ്ട, കാരണം കൂടുതൽ സമയം ബേക്ക് ആവാനുള്ളതാണ്. ഏകദേശം 1 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടേണ്ട ആവശ്യമില്ല. ഇനി ഓവനിലല്ലെങ്കിൽ നമ്മൾ മുൻപൊക്കെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മേലെ വേറെ പാത്രം വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ രീതിയിലും ചെയ്യാട്ടോ. അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ ആവുന്ന അതിൻ്റെ തൊട്ട് മുൻപൊക്കെ ആയിട്ട് നോക്കുക കേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓവനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും. നമ്മുടെ കേക്ക് ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കേക്ക് ഒരിക്കലും ചൂടോടെ മുറിച്ച് കഴിക്കരുത്. പ്രത്യേകിച്ച് ഈ പ്ലം കേക്കൊക്കെ ആവുന്ന സമയത്ത് 1-2 ദിവസമൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്ത് വെച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഈ കേക്ക് നമ്മൾ പുറത്തെടുത്ത ഉടനെ തന്നെ ഒരു ഇത്തിരി നെയ്യ് മേലെ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. കുറച്ചുകൂടി സോഫ്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് മുറിച്ച് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി കേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്, പക്ഷേ എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കേക്കും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിലും ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്പിയുടെ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കേക്ക് ഫ്ലോപ്പ് ആവാതെ ചെയ്യേണ്ട രീതി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി എന്തായാലും നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ഇത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്